നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരും രാജിവെച്ച് ജനവിധി തേടുന്നു എന്നാണ് ഇപ്പോൾ അവസാനം വരുന്ന വിവരം. 10 വർഷം കേന്ദ്രത്തിൽ സർക്കാർ ഭരിച്ചു. ഒരു വർഷം മുമ്പ് വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ വീണ്ടും അധികാരത്തിലേറി. അതിനു മുമ്പ് വൻ ഭൂരിപക്ഷത്തിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷിയാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു വർഷം കഴിയുമ്പോൾ മോദി സർക്കാരിനെ കൊണ്ട് ഇത്രയധികം ഒരു തീരുമാനം എടുപ്പിക്കുന്നതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാണക്കേടാണെന്നാണ് അറിയുന്നത്. ലോക രാജ്യങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഒന്നുകിൽ ഒരു വിഭാഗത്തെ മുഴുവൻ തല്ലിക്കൊല്ലണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ പിടിച്ച് ജയിലിലിടണം, അതല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ പിടിച്ച് നാട് കടത്തണം. ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഒരു വലിയൊരു സമൂഹത്തെ മുഴുവൻ അത് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഭരണം വേണ്ട എന്ന് കരുതി തൽക്കാലം ഇറങ്ങിപ്പോയി ഉള്ള മാനം രക്ഷിക്കാമെന്ന് കരുതി അവർ മന്ത്രിസഭ ഒന്നാകെ രാജിവെക്കാൻ തീരുമാനിച്ചിട്ട് പുതിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ രാജ്യത്ത് വിട്ടുകൊടുക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസമുണ്ട്. കാരണം ഒരു കൊല്ലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞാൽ അതിന് കാരണം നമ്മുടെ കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ CPM എന്ന് പറയുന്ന ഒരു ഭരണവർഗം, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണവർഗം, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും അതുപോലെ ഗോവിന്ദ മാഷയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി, ഇവര് രണ്ടുപേരുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ രാജിക്ക് കാരണമായി വരുന്നത് എന്നത് അത്യന്തം സങ്കടമാണ്. കാരണം ഇന്നലെ ഒരു സമരം നടന്നു. എന്ത് പണിമുടക്കെന്നാണ് പേര്. ഇന്നലത്തെ പണിമുടക്ക് ആരൊക്കെയാണ് ബാധിച്ചത്, ആരൊക്കെയാണ് സഹായിച്ചത് എന്ന് നോക്കിയാൽ പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും രാജിയുടെ കാരണം നമുക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം ഇന്നലത്തെ ആ ഒരു പണിമുടക്ക് ആരൊക്കെയാണ് സഹായിച്ചതെന്ന് നോക്കാം, അല്ലെങ്കിൽ ആരൊക്കെയാണ് ബാധിക്കാതിരുന്നതെന്ന് നോക്കാം. ഇന്നലെ കേരളത്തിൽ കുറെ ഹൈപ്പർ മാർക്കറ്റുകളും അതുപോലെ വലിയ മാളുകളും ഉണ്ടായിരുന്നു. ആ മാളുകളിലൊക്കെ സാധാരണ പോലെ ആൾക്കാർ വന്ന് സാധനം വാങ്ങി കച്ചവടം നടന്നു, സ്റ്റാഫുകൾ വന്നു, എല്ലാം നടന്നു. കൊടി പിടിച്ച ഒരു പട്ടി പോലും അങ്ങോട്ട് പോയില്ല. അതിനെ തടയിടാൻ അവിടെ ചെന്നൊന്ന് കുരയ്ക്കാൻ പോലും ആരും പോയില്ല, തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഓൺലൈൻ മീഡിയകൾ, ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, അവരൊക്കെ ഇന്നലെ സെയിലെടുത്തു. മീഷോയൊക്കെ ഇന്നലെ സെയിലെടുത്തു. ഞാനും കൊടുത്തു ഇന്നലെ കുറച്ച് സെയിൽ. കാരണം അത് നമുക്ക് സാധനം വേണമല്ലോ, ഓൺലൈനിൽ നമ്മൾ കച്ചവടം കൊടുത്തു. അത് ഇന്നിപ്പോൾ സാധനം എത്തുകയും ചെയ്തു, വാങ്ങി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും കച്ചവടം നടന്നു. അതുപോലെ മറ്റ് IT മേഖലകളിൽ, ഇപ്പോൾ കൊച്ചിയിൽ ഇൻഫോ പാർക്കിൽ അതുപോലെ മറ്റു മേഖലകളിലൊക്കെ അവിടുത്തെ വർക്കുകളെല്ലാം നടന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഫ്രം ഹോമാണ്. നമുക്കറിയാലോ, കൊറോണ എന്ന് പറയുന്നത് വന്ന ശേഷം എല്ലാവരും വീട്ടിലായ ശേഷം എല്ലാവരും ലാപ്ടോപ്പിലൂടെ അവരുടെ മൊബൈലിലൂടെ വീട്ടിലിരുന്ന് പണിയെടുക്കാൻ പഠിച്ചു. പഠനം എല്ലാം ഓൺലൈനാണ്. അപ്പോൾ ആ നിലയിൽ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് അവർക്കും പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ആരെയാണ് ഇത് ബാധിച്ചത്? അംബാനിയോ അദാനിയോ അല്ലെങ്കിൽ അതുപോലെ ആരും ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, വലിയ വലിയ മുതലാളിമാരെയൊന്നും ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായി കൂലിപ്പണിക്കാരെയാണ് ഇത് ബാധിച്ചത്. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കയറാൻ പോകുന്ന സാധാരണക്കാർ. കഴിഞ്ഞ ദിവസം അറിയാലോ, ബാങ്കിലെ കടം കൂടി ഒരാൾ ആത്മഹത്യ ചെയ്തത് 15 ദിവസത്തെ സമയം ചോദിച്ചിട്ടാണ്. അത് കൊടുക്കാഞ്ഞിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആ 15 ദിവസത്തെ സമയം കൊടുത്തിരുന്നെങ്കിൽ ആ വീടും സ്ഥലവും വിറ്റിട്ട് വാങ്ങാൻ ആളുണ്ടായിരുന്നു. ആ പൈസ കൊടുത്തിട്ട് അത് ഒഴിവാക്കിയെടുക്കാമായിരുന്നു, ആളൊന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ സാധാരണക്കാരൻ മുന്നോട്ട് പോകുന്നത്. കൊറോണ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ ചെറുതായിട്ടൊന്നും അല്ല പിടിച്ചുലച്ചത്. നല്ല വരുമാനം ഉണ്ടായിരുന്ന, നല്ല ജോലി ഉണ്ടായിരുന്ന, നല്ല സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന പലരും അവിടുത്തെ അതുവരെയുള്ള വരുമാനത്തിന്റെ ആ ഒരു ഗതി കണ്ടിട്ടാണ് പല ലോണുകളും എടുത്തത്. ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ലോൺ എടുത്തത്, ലോൺ എടുത്തിട്ടല്ലേ, ലോൺ എടുത്ത് അടയ്ക്കണ്ടേ എന്നൊക്കെ. ലോൺ എടുക്കും, എല്ലാവരും എടുക്കും. സിബിൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു ഏർപ്പാടുണ്ട്. അത് പണക്കാർക്ക്, പണച്ചാക്കൾക്ക് ബാധകമല്ല. പക്ഷെ പാവപ്പെട്ടവന്റെ തലയിൽ വെക്കുന്ന സിബിൽ, ആ സിബിലാണ് ഇത്തരത്തിലുള്ള ചില എന്താ പറയാ കൊള്ള സംഘങ്ങൾ, ബ്ലേഡ് സംഘങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് കയറുന്നത്. അവിടെ നിന്ന് പണം വാങ്ങി ഇവർക്ക് ലോൺ എടുക്കേണ്ടി വരികയാണ്. അത് കച്ചവടത്തിനായാലും വീട് വെക്കാനായാലും എന്തിനൊക്കെ ലോൺ എടുക്കേണ്ടി വരുന്നു. ആ ലോണ് മര്യാദയ്ക്ക് ഒരു വരുമാനമുള്ളത് കൊണ്ട് കൃത്യമായി അടച്ചും വരുന്നു. പക്ഷെ ഇതിനിടയിൽ കൊറോണ വന്നപ്പോൾ ആ ബിസിനസ് തകർന്നു, ജോലി പോയി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നു, തിരിച്ചടവ് മുടങ്ങും. അപ്പോൾ അത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങളിലൂടെയാണ് കേരളത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാരും കഴിഞ്ഞു പോകുന്നത്. പിന്നെ അവർ ആകെ ജീവിച്ചു പോകുന്നത് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പണിയെടുത്തിട്ടോ ചെറിയ സ്ഥാപനങ്ങൾ എന്തെങ്കിലും തുടങ്ങിയിട്ടൊക്കെ ഒക്കെയാണ്. ഇന്നലെ മുക്കത്ത് സംഭവിച്ചത്, ഒരു മീൻ മാർക്കറ്റ് അടയ്ക്കാൻ ചെന്നു. തലേദിവസം പോയിട്ട് തലേദിവസം വൈകിട്ട് എത്തുന്ന മീനാണ്, അല്ലെങ്കിൽ രാവിലെ എത്തുന്ന മീനാണ്. അത് അന്ന് വിറ്റ് തീരണം, വൈകുന്നേരത്തോടു കൂടി അത് തീരണം. പിറ്റേന്ന് അത് വിൽക്കാൻ പറ്റില്ല, കേടുവരും. അതങ്ങനെയുണ്ട്. അതുപോലെ പച്ചക്കറി,
തലേ ദിവസം കയറുന്ന ലോഡാണ്. തലേ ദിവസം വന്ന് കിടക്കും, രാത്രി അത് ഇറക്കും, രാവിലെ അത് കടകളിലെത്തും. അത് അന്ന് വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് വാടിപ്പോകും. അങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കച്ചവടം നടത്തി ജീവിക്കുന്നവരുടെ ഉപജീവന മാർഗം മുട്ടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ടായിരിക്കും അടുത്ത ലോഡ് കൊണ്ടുവരുന്നത്. അത് വിൽക്കാൻ കഴിയുന്നില്ല, നശിച്ചു പോവാണ്. അപ്പൊ അത്തരത്തിൽ ഇവിടുത്തെ CPM എന്ന് പറയുന്ന ഗുണ്ടകൾ ഇന്നലെ കേരളത്തിൽ കാണിച്ചു കൂട്ടിയതെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ തെമ്മാടിത്തരമാണ്, ഏറ്റവും വലിയ ചെറ്റത്തരമാണ്. ഇതുപോലെ ചെറ്റകളെ സത്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അമ്മാതിരിയുള്ള ചെറ്റത്തരമാണ് ഓരോ പീഡികന്റെ മുന്നിൽ ചെന്നവർ കാണിച്ചത്. അത്തരത്തിൽ ചെറ്റത്തരമാണ്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു, മണ്ണെണ്ണ ഒഴിക്കുന്ന പറഞ്ഞത് നിന്റെ മീനില്. അത്രയ്ക്ക് വൃത്തികേടാ. ഒരു അധ്യാപകന്റെ ചോറും പാത്രം തട്ടിക്കളഞ്ഞു, നീ തിന്നണ്ടടാ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളുടെ അന്നം മുട്ടിക്കുക, കൂലിപ്പണിക്കാരുടെ അന്നം മുട്ടിക്കുക, അവന്റെ കട പൊട്ടിക്കുക, അവന്റെ മുതലുകൾ അടിച്ചു പൊളിക്കുക, അവന്റെ വണ്ടിയുടെ കാറ്റൂരുക. ഇതിനാണ് ഇവിടെ വൃത്തികെട്ട തെണ്ടികൾ, ഇവിടുത്തെ നാറികളായിട്ടുള്ള കുറെ തെമ്മാടിക്കൂട്ടങ്ങൾ കാണിച്ചു കൂട്ടിയത് ഇന്നലെ കാണിച്ചു കൂട്ടിയത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർക്കാരും രാജിവെച്ചു പോണത് എന്ന്. നമ്മൾ ഈ ഇന്ത്യയുടെ ഒരു ഇട്ടാവട്ടത്തിൽ മാത്രമല്ല ജീവിക്കുന്നത്. ഇന്ത്യ ലോകത്ത് നമ്പർ 1 ആണ് എന്ന് പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ സൈനികമായിട്ട് ഇപ്പോൾ നമ്പർ 1 ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരുത്തൻ ചാരപ്പണി നടത്താൻ വന്നപ്പോൾ പെരിയെ തൂക്കിയെടുത്ത് തിരുവനന്തപുരത്ത് ഇട്ടത്. അതിന്റെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ 1 തന്നെയാണ്. അങ്ങനെയുള്ള ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ആരായാലും ലോകരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ മറ്റ് ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്നലത്തെ പണിമുടക്കിൽ ഇവിടെ കേരളത്തിലെ സാധാരണക്കാരൻ പട്ടിണി കിടന്നു, അവന്റെ സ്വത്തുവകകൾ പോയി, എല്ലാം കഴിഞ്ഞു. പക്ഷെ മറ്റൊന്നുകൂടി ഇന്നലെ സംഭവിച്ചു. ഇന്നലത്തെ പണിമുടക്കിനിടയിൽ പെട്ടുപോയ കുറെ വിനോദസഞ്ചാരികളുണ്ട്, വിദേശീയ, അമേരിക്കക്കാരായാലും ബ്രിട്ടീഷുകാരായാലും അതുപോലെ മറ്റുള്ളവരായാലും എല്ലാവരും. വഴിയിലായപ്പോൾ കുറച്ചു പേർ അവരവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയും അല്ലാതെ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ ആ ലോകം, യൂറോപ്പ് ലോകങ്ങളും മറ്റു ലോകങ്ങളും എല്ലാം പടർന്ന് സൂപ്പർ ഫാസ്റ്റ് പോലെ പോവുകയാണ്, അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുതേ, ഇവിടെ നടക്കില്ല, ഞങ്ങൾ 2 ദിവസത്തേക്ക് വന്നതാണിത്, ഇന്ന് വെള്ളം പോലും കിട്ടുന്നില്ല, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല എന്ന്. അതായത് ഈ 2025 ജീവിക്കുന്ന ഈ ലോകത്തോട് 2000 പോലും എത്തിയിട്ടില്ലാത്ത CPM എന്ന് പറയുന്ന കമ്മിക്കൂട്ടങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു കോപ്രായങ്ങൾ കാരണം ഇന്ത്യ ലോകത്തിന് മുമ്പിൽ നാണം കെടുകയാണ്. അതായത് 25-50 കൊല്ലം ബേക്കിലേക്ക് പിന്നോട്ടടിക്കുമ്പോൾ ഇവിടെ വരുന്നവർ ചിന്തിക്കണം, ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ലേ? അപ്പോൾ ഇത്തരത്തിൽ നേരം വെളുക്കാത്ത നാട്ടിലേക്ക് 1-2 ദിവസത്തേക്ക് മാത്രം ടൂർ വരുന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക്, ഒരു ആശുപത്രി കേസുണ്ടെങ്കിൽ അതിന് പോകാൻ സമ്മതിക്കാത്തൊരു സ്ഥലത്തേക്ക്, അത്യാവശ്യം ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കാത്തൊരിടത്തേക്ക്, എയർപോർട്ടിൽ ടിക്കറ്റ് എന്നാണ് സമ്മതിക്കാത്ത സ്ഥലത്തേക്ക്, കല്യാണമുണ്ട് വേണ്ട കല്യാണം തന്നെ ഒഴിവാക്കിയെന്ന് പറയുന്നത്, ആംബുലൻസ് തടയുന്നത്, അതുപോലെ ആശുപത്രി വാഹനങ്ങളുടെ കാറ്റ് വരുന്നിടത്തിലേക്ക്, സാധാരണക്കാരന്റെ കച്ചവടം തടയുന്നതിലേക്ക്, ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികൾ നടക്കുന്ന എന്താ പറയാ ഒരു സംസ്കാരമില്ലാത്ത മനുഷ്യരല്ലാത്ത ഒരു വിഭാഗം ഭരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, ഗുണ്ടായുസമായിട്ട് വിളയാടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ടൂറിസ്റ്റുകളായി വരില്ലേ എന്ന് അവർ ആക്ഷേപിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ അല്ലേ നിങ്ങളുടെ നാട്, നിങ്ങളെ നമ്പർ 1 ആണ്, നിങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ തള്ളി വിടുന്നുണ്ടല്ലോ മോദിജി, നിങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഏത് പ്രധാനമന്ത്രിയാണ്, ഏത് ഭരണാധികാരിയാണ് അവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരാത്തത്? നിങ്ങളൊന്ന് പറയും. ഏതായാലും ലോകരാജ്യങ്ങൾ ഇമാതിരിയുള്ള കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയെന്നും, നിങ്ങൾക്ക് ഇതുവരെ നേരം വെളുത്തില്ലേ എന്ന് ചോദിച്ചു തുടങ്ങിയെന്നും, ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്ന ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ നേരിട്ട് ഇവരെല്ലാത്തിനോട് പിടിച്ചിടാൻ പറ്റുമോ? എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നറിയാലോ. അപ്പോൾ ഇത്തരത്തിലുള്ള തെമ്മാടിക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം ഇന്ത്യയിലാണ് ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മുന്നിൽ അവർ ചൂളിപ്പോവുകയാണ്. അതുകൊണ്ട് ഇനി അത് ചോദിക്കാൻ വയ്യ. അതുകൊണ്ട് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഉടനെ നടത്താമെന്നും, ആ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്താതെ, BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല, CPM-നോട്, അതായത് ഗോവിന്ദ മാഷോട് മോദി വിളിച്ചു പറയുന്നുണ്ടെന്നാണ് കേട്ടത്. ഇന്ത്യയിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും CPM-ന് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും BJP അടക്കമുള്ള മുഴുവൻ ആൾക്കാരും CPM-ന് വോട്ട് ചെയ്യുമെന്നും, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ മോദിജി രാജിവെച്ച സർക്കാർ രാജിവെച്ച ഒഴിവിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടെ CPM കേന്ദ്രത്തിൽ അധികാരം വരുമെന്നും, ഒരു 5 കൊല്ലം അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഭരണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അവർ പഠിച്ചോളൂ എന്നും, അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് ബോധം ഉണ്ടായിക്കോട്ടെ, ഈ കമ്മി എന്നുള്ളൊന്ന് പേര് മാറിക്കിട്ടിയാൽ തന്നെ ലോകത്തിന്റെ മുന്നിൽ നമുക്കൊന്ന് തലയുയർത്തി നിൽക്കാം, ഈ കമ്മികളെന്ന് നാട്ടുകാർ മുഴുവൻ വിളിക്കുന്നത് അത് കണ്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട്, കാര്യം ഇനി അവർ ഭരിക്കട്ടെ, മടുത്തു. കാരണം ഇവരുടെ ശല്യം കാരണം ലോകത്ത് മറ്റെവിടെയും ചെന്ന് തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ
ഏതൊരു ഭരണാധികാരിയും ചിന്തിക്കുന്നത് മാത്രമേ നരേന്ദ്രമോദി ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്തായാലും നമ്മൾ ഭാരതീയർ മൊത്തമാണ്. കാര്യം അടുത്തൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പൊ കേരളത്തിൽ ഏതായാലും കഴിഞ്ഞ ഒരു 10 വർഷം 19 വർഷമായിട്ട് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇതിന്റെ ഇവറ്റകളെയൊക്കെ തല്ലിക്കൊല്ലുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഭരണത്തിൽ വരുമ്പോൾ എങ്ങനെ ഇവറ്റകളെ ഒന്ന് ആട്ടിത്തെളിച്ചിട്ട് ആന്തമാൻ കടത്തുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമൂഹത്തിലേക്ക് ഇന്ത്യ മുഴുവൻ ഇവരെ ഏൽപ്പിച്ചു കൊടുത്താൽ എന്താകും എന്നുള്ളൊരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ ബാക്കി. അതിൽ കേരളീയർക്ക് പറയാനുള്ളത് ഏതായാലും ഞങ്ങൾ 19 കൊല്ലമായിട്ട് അനുഭവിക്കുകയല്ലേ, ഇനി അടുത്ത 5 കൊല്ലം നിങ്ങൾ ഇന്ത്യക്കാർ മൊത്തം ഒന്ന് അനുഭവിക്കുക. ഇപ്പൊ കേരളത്തിലുള്ള 3.5 കോടിയല്ലേ വിവരം അറിയുന്നുള്ളൂ. അത് ഇന്ത്യയിലെ 140 കോടിയും കൂടെ ഒന്ന് അറിയട്ടെ. അവരുടെ കാര്യം അവർ തന്നെ നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ CPM കാര്യം, ഈ ഇടതുപക്ഷത്തിന്റെ ചുമന്ന കൊടിയുടെ കാര്യം ഇന്ത്യൻ ജനത നോക്കിക്കൊള്ളും എന്ന് കരുതി രാജിവെച്ച് പാർലമെന്റ് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോദിയും സർക്കാരും പടിയിറങ്ങുമ്പോൾ വേണ്ട എന്ന് പറയാനും വയ്യ, പോകാനൊട്ട് പറയാനും വയ്യ. Different angles. Don't forget to subscribe and support this channel.